ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണ്, ലോക നേതാവാണ്, ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇപ്പോൾ ചില ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് തോന്നാം. അദ്ദേഹം പറയുന്നു, ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതി ഞങ്ങളിനി പ്രോത്സാഹിപ്പിക്കില്ല. അതുമാത്രമല്ല, ഇസ്രയേലിനെതിരെ ആയുധ എംബാർഗോ കൊണ്ടുവരണം. എംബാർഗോ എന്ന് പറഞ്ഞാൽ ഉപരോധമാണ്. ഒരു രാജ്യത്തു നിന്നും ഇസ്രയേലിന് ആയുധങ്ങൾ ലഭിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഞങ്ങൾ നിർത്തി, ഞങ്ങൾ കൊടുക്കില്ല. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളും ആ മാതൃക സ്വീകരിക്കണം. എന്നാൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള എസ്കലേഷൻ അത് കുറയണം എന്ന് ഭംഗ്യാന്തരേണ പറഞ്ഞു വയ്ക്കുന്നു. അവിടെ ശാന്തിയും സമാധാനം ഉണ്ടാകണം. ഇത് പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകളാണ്. ഇനി ആ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രസ്താവനയോട് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു റെസ്പോൺസ് വളരെ രസകരമായ കാര്യമാണ്. അതൊരു പക്ഷേ അതിന് വലിയ തോതിലുള്ള അർത്ഥതലങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകമായി ഈ വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇസ്രയേലും ഫ്രാൻസും തമ്മിലുള്ള ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ചില എക്സ്ചേഞ്ചസ്, വെർബൽ എക്സ്ചേഞ്ചസ്, അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോവുകയും അത് ഒരു ഏതെങ്കിലും ഗുണപരമായി ഈ യുദ്ധത്തിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യ സംഘർഷം 1 വർഷം തികഞ്ഞിരിക്കുന്നു. ആ സംഘർഷത്തിന് ഈ ഒരു വാക്ക് പോരാട്ടം ഒരു കാറ്റലിസ്റ്റായി മാറി ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള അന്വേഷണം കൂടിയാണ് ഈ വീഡിയോ. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണെ തിരിച്ചാക്രമിച്ചത്. അദ്ദേഹം പറയുന്നു, ഇറാൻ ആയുധങ്ങൾ കുന്നുകൂട്ടുന്നു, ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഏറിയൽ ആക്രമണം വരുന്നു, 182 മിസൈലുകൾ ഇസ്രയേലിൻ്റെ മേൽ പതിക്കുന്നു. അതൊന്നും വലിയ വിഷയമാക്കാതെ ഇസ്രയേൽ ആയുധവൽക്കരണം നടത്തുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? നിങ്ങളൊരു ചെറു വിരൽ അനക്കുകയോ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും ഇറാൻ അടിമുടി ആയുധമണിയിച്ചപ്പോൾ ആര് ചോദിക്കും നിങ്ങൾ ഉണ്ടായിരുന്നോ അരുത് കാട്ടാള എന്ന് പറയാൻ? അതുകൊണ്ട് ഞങ്ങളെ സദാചാരം പഠിപ്പിക്കാനോ ഞങ്ങളെ ചട്ടം പഠിപ്പിക്കാനോ നിങ്ങൾ ഫ്രാൻസുകാർ വരണ്ട. ഇത് ഇസ്രയേലി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കർശനമായ വാക്കുകൾ. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സഹായം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവും. നിങ്ങളുടെ സഹായം ആവശ്യമില്ല, ചോദിച്ചില്ലല്ലോ, എന്തിന് വെറുതെ നിങ്ങൾ ആയുധങ്ങൾ സപ്ലൈ നിർത്തുന്നുണ്ടെങ്കിൽ നിർത്തിക്കോളൂ. ഞങ്ങൾക്കറിയാം ആയുധങ്ങൾ സോഴ്സ് ചെയ്യാനും നിർമ്മിക്കാനും വേണ്ട ആയുധങ്ങൾ സംഭരിച്ചു വെക്കാനും ഉപയോഗിക്കാനും അറിയാം. നിങ്ങളുടെ തീട്ടൂരം ആവശ്യമില്ല, നിങ്ങളുടെ ജൽപ്പനങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റിനോട് മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞത്, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറോസിനോടും ഏതാണ്ട് ഇതേ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹവും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചില പ്രസ്താവനകൾ അതിനും രൂക്ഷമായ രീതിയിലാണ് ഇസ്രയേലി പ്രധാനമന്ത്രിയുടെയും ഇസ്രയേലി വിദേശകാര്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടായത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഇസ്രയേലിൻ്റെ മണ്ണിൽ കാലുകുത്തരുത്, താങ്കൾ ഞങ്ങൾക്ക് അനഭിമതനാണ്, താങ്കൾ നിഷ്പക്ഷനല്ല, താങ്കൾ പലസ്തീനിയൻ പക്ഷപാതിയാണ്, താങ്കൾ ഇസ്ലാമിക ലോകത്തോടൊപ്പം നിൽക്കുന്നു, താങ്കൾക്ക് പക്ഷമുണ്ട്, അങ്ങനെയല്ല ഞങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ വേണം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിൻ്റെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെയും വേറിട്ട അജണ്ട. ഇത് രണ്ടും വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ്. ഫ്രാൻസ് ഇവിടെ നിൽക്കുന്നു. അമേരിക്കയുടെ സൈനിക സഖ്യമായ നെയ്റ്റോയിലെ യൂറോപ്യൻ പങ്കാളികളിൽ പ്രമുഖ സ്ഥാനമാണ് ഫ്രാൻസിനുള്ളത്. അതേസമയം അന്റോണിയോ ഗുട്ടറോസ് എവിടെ നിന്ന് വരുന്നു? അദ്ദേഹം പോർച്ചുഗലിൽ നിന്ന് വരുന്നു. അദ്ദേഹം പോർച്ചുഗലും ആ സഖ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു രാജ്യത്തോട് കൂറ് പുലർത്തിയിട്ട് കാര്യമില്ല, അദ്ദേഹം എല്ലാവരുടെയും ആളാണ്. അപ്പോഴും ഇസ്രയേലിനെതിരെ നടന്ന ആക്രമണങ്ങളെ അപലപിക്കുന്ന അതേ രൂക്ഷതയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിക്കുന്നില്ല എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയോടും സെക്രട്ടറി ജനറലോടുമുള്ള പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ അത്രയും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇസ്രയേൽ അംഗത്വം നിലനിർത്തുന്നത് എന്തിന് എന്നൊരു ചോദ്യം ദോഷൈക ദൃക്കുകളെങ്കിലും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ശതമാനക്കണക്കിൽ നോക്കിയാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നടന്ന 170-ൽ പരം പ്രമേയങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടനയിൽ വന്ന 170ഓളം പ്രമേയങ്ങളിൽ മഹാഭൂരിപക്ഷം, ഒരു 100ഓളം പ്രമേയങ്ങളിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്ന, ഇസ്രയേലിൻ്റെ അധിനിവേശവും ആക്രമണവും കുറ്റപ്പെടുത്തുന്ന പ്രമേയങ്ങളാണ്. അതിലൊട്ടൊക്കെ സാങ്കത്യമുണ്ട് താനും.
പക്ഷേ അതിൽ പലതും സെക്യൂരിറ്റി കൗൺസിൽ വന്ന പല പ്രമേയങ്ങളും മിക്ക പ്രമേയങ്ങളും ഇസ്രായേലിനെതിരെ വന്ന ഏതാണ്ട് എല്ലാ പ്രമേയങ്ങളും വെടിനിർത്തൽ പ്രമേയങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രമേയങ്ങളും അമേരിക്ക വീറ്റോ ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രിട്ടനും അമേരിക്കയും ഒരുമിച്ച് നിന്ന് എതിർത്ത് തോൽപ്പിക്കുന്ന കാഴ്ചയാണ്. എന്നാൽ ജനറൽ അസംബ്ലിയിൽ അങ്ങനെയല്ല. മഹാഭൂരിപക്ഷം രാജ്യങ്ങളും സമാധാനം ആവശ്യമുണ്ട്, വെടിനിർത്തൽ വേണം എന്ന നിലപാടിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരസ്പര ചർച്ചയിലൂടെ പരിഹാരമുണ്ടാകണം, അത് അല്ലാതെ ഇസ്രായേലിനെയോ പലസ്തീനെയോ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന നിലപാടിലുമാണ്. അതുകൊണ്ട് ഇന്ത്യ പലപ്പോഴും തന്ത്രപരമായി വിട്ടുനിൽക്കുന്നു. ഭാവിയിൽ ഒരു മധ്യസ്ഥൻ്റെ റോള് വഹിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇന്ത്യ വിട്ടു നിൽക്കുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ സാഹചര്യം. എന്തുകൊണ്ട് ഫ്രാൻസ്, ഈ വീഡിയോയുടെ പ്രധാന പ്രതിപാദ്യ വിഷയം ഇമ്മാനുവൽ മാക്രോണും ഫ്രാൻസിൻ്റെ നിലപാടുമാണ്. എന്തുകൊണ്ട് ഫ്രാൻസ് വേറിട്ട് ചിന്തിക്കുന്നു? നമുക്കറിയാം, വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് ഒരു സിവിലൈസേഷൻ്റെ സൈനിക രൂപമാണ് റഷ്യക്കെതിരെയും അല്ലെങ്കിൽ കിഴക്കൻ ചേരിക്കെതിരെയും ഒക്കെ പണ്ട് രൂപപ്പെടുത്തിയ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് ദുർബലമാകുമ്പോൾ നെയ്റ്റോയാണ് പലപ്പോഴും ഈ അമേരിക്കയുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശക്തി സമവാക്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവിടെ അമേരിക്കയുടെ പങ്കാളിയായ, നെയ്റ്റോയിൽ തന്നെ പങ്കാളിയായ ഫ്രാൻസ് വേറിട്ട് ചിന്തിക്കുന്നു. ഫ്രാൻസിനോടൊപ്പം ഒരു മുസ്ലിം രാജ്യം കൂടിയായ ടർക്കിയും വേറിട്ട് ചിന്തിക്കുന്നു. ടർക്കിയൊക്കെ ഇസ്രായേലിനെതിരെ അതിശക്തമായ പ്രസ്താവനകളാണ്. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും എർദോഗാൻ, ടർക്കിഷ് പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ കടുത്ത ഇസ്രായേൽ വിരോധം പറയുന്ന പ്രസ്താവനാ സാഹിത്യത്തിലൂടെ ഇസ്രായേലിനെ ഞെരിപിരി കൊള്ളിക്കുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോണും കൂടെ ചേരുന്നു. ഇതിനർത്ഥം പാശ്ചാത്യ ലോകത്തെ വേറിട്ട ഒരു ചിന്ത ഉണ്ടാകുന്നു എന്നാണോ? ഈ യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ലോകം പക്ഷം പിടിച്ച് നിന്നാൽ പോരാ, ഫ്രാൻസ് ഏതാണ്ട് ഒരു ന്യൂട്രൽ റോളിലേക്ക് വരികയാണോ? ഇപ്പോൾ പലസ്തീൻ പക്ഷപാതം എന്ന് ഇസ്രായേൽ ആരോപിക്കുമ്പോഴും ഒരുപക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവിടെയുമില്ല ഇവിടെയുമില്ല, മധ്യ ഒരു വർത്തിയായി ഒരു പാശ്ചാത്യ ലോകം പ്രവർത്തിക്കുമ്പോൾ അത് കൗതുകകരമായ കാര്യമാണ്. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല. മുൻകാലങ്ങളിലും അമേരിക്കയും ബ്രിട്ടനും വീറ്റോ ചെയ്യുന്ന സെക്യൂരിറ്റി കൗൺസിലിലെ പല പ്രമേയങ്ങളും നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിനെതിരെ നിന്നുകൊണ്ടോ ഫ്രാൻസ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഐക്യരാഷ്ട്ര സംഘടനയുടെ വീറ്റോ അധികാരമുള്ള സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ 5 പേരാണ്. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. ഇതിൽ അമേരിക്കയും ബ്രിട്ടനും എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നു. ഇനി ബ്രിട്ടൻ പോലും നിന്നില്ലെങ്കിൽ പോലും ഇസ്രായേൽ പക്ഷത്താട്ടി ഉറച്ചു നിന്നുകൊണ്ട് അമേരിക്ക ഇസ്രായേലിനെ എക്കാലത്തും ബെയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു പ്രമേയവും ഇസ്രായേലിനെ ഉപരോധത്തിലാക്കുന്നില്ല എന്നതാണ് അമേരിക്കയുടെ സഹായമുള്ളതുകൊണ്ട്. അപ്പം ഫ്രാൻസ് ചെയ്യുന്ന ഈ പണി എന്ന് പറയുന്നത് ലോക രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സ്ഥാനം. മുൻകാലത്ത് 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ തന്നെയായിരുന്നു വലിയ ശക്തികൾ. പിന്നീടാണ് അമേരിക്കയും റഷ്യയും വലിയ ശക്തികളായി വന്നതും ലോകത്തിൻ്റെ ശാക്തിക സമവാക്യങ്ങൾ മാറി മറിഞ്ഞതും അമേരിക്ക വലിയേട്ടനായതും ബ്രിട്ടൻ ചെറിയേട്ടനായതും ഒക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെയൊക്കെ പ്രസക്തി തിരിച്ചു പിടിക്കാൻ, ഫ്രാൻസ് പണ്ടൊരു എംപയർ ആയിരുന്നല്ലോ ഇല്ലേ, ഒരു ഗ്ലോബൽ ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെയുള്ള കോളനികൾ, ലാറ്റിൻ അമേരിക്കൻ മേഖലയിലും കോളനികളുള്ള ഒരു രാജ്യം കൂടിയായിരുന്നു ഫ്രാൻസ്. ആ നഷ്ടപ്രതാപം, നെപ്പോളിയൻ്റെ ഫ്രാൻസ് അല്ലേ, ലൂയി 14 ഫ്രാൻസ്, എത്രയോ ശക്തമായ ഒരു രാജ്യത്തിൻ്റെ ആ പൈതൃകം നിലനിർത്താൻ ഇപ്പോൾ അമേരിക്ക ലൈൻ എപ്പോഴും പിടിക്കേണ്ട കാര്യമില്ല എന്ന ചിന്തയിൽ നിന്നുകൊണ്ടും ഒരു പക്ഷേ ഒരു മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലുമാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന ഒരു സന്ദേഹമുണ്ട്. അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഫ്രാൻസിനെ പോലെ വേറിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് പാശ്ചാത്യ ലോകത്തെ രാജ്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഇറാനോടൊപ്പം നിൽക്കുന്നു എന്ന്, അല്ലെ ഇറാനോട് മനസ്സുകൊണ്ട് അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ രാജ്യങ്ങൾ ഒരു മധ്യവർത്തി നിലപാടുകളിലേക്ക്, ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും തെറ്റ്, ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഭാഗത്ത് നടത്തുന്ന ആക്രമണങ്ങളും തെറ്റ്, ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും സഹായിച്ചുകൊണ്ട് ഇറാൻ ആ മേഖലയിൽ നടത്തുന്ന കളികൾ തീർച്ചയായും തെറ്റ്. അപ്പോൾ തെറ്റ് തന്നെയാണ്. ഇത് പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നെങ്കിലേ പറ്റൂ. പൂച്ചയ്ക്ക് മണികെട്ടാൻ ഫ്രാൻസ് മുന്നോട്ട് വന്നിരിക്കുന്നു. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇമ്മാനുവൽ മാക്രോൺ ഏറെക്കാലമായി പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് ഒരു ലോക നേതാവ് എന്ന ഒരു പരിവേഷം വരണം. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. നരേന്ദ്രമോദി ഒരു വിശ്വഗുരുവായി ഇന്ത്യയെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം തന്നെ വിശ്വഗുരുവാകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെയും ഇവിടെയും പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഒരു ധാർമ്മിക നിലപാടെടുത്തുകൊണ്ട് ഈ യുദ്ധത്തിന് തങ്ങളുടേതായ ഒരു പരിഹാരം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.